ഇപ്പോൾ ശ്രീ റോണി കെ ബാബു ബേബി, ഏതായാലും തെരഞ്ഞെടുപ്പിൽ വലിയ പരിക്കില്ലാതെ താങ്കളുടെ പാർട്ടി രക്ഷപ്പെട്ടു എന്ന് പറയാം. കാരണം പാലക്കാട്ട് ഇപ്പോൾ അല്പം മുമ്പാണ് ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത്, പാലക്കാട്ട് വിജയത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് പ്രസക്തമാണ്. പാലക്കാട്ട് വിജയം ഒരു മഴവിൽ സഖ്യത്തിൻ്റെ വിജയമാണ്. അവിടെ SDP വോട്ട് വാങ്ങി, ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വാങ്ങി ആണ് വിജയിച്ചത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി നമ്മൾ കണ്ടൊരു കാഴ്ച, ഈ വിജയാഹ്ലാദ പ്രകടനം നടത്തിയ SDP ആണ്. UDF കോൺഗ്രസ്സുകാർ പ്രകടനം നടത്തുന്നതിന് മുൻപ് തന്നെ SDP അവിടെ പ്രകടനം നടത്തി. കാര്യങ്ങളൊക്കെ മലയാളികൾക്ക്, കേരളീയർക്ക് മനസ്സിലാകുന്നുണ്ട്. എങ്ങനെയാണ് പാലക്കാട്ടെ നിങ്ങളുടെ വിജയം എന്നുള്ളത്, റോണി കെ ബേബി? ഏതൊക്കെയാലും പാലക്കാട്ടെ പ്രബുദ്ധരായ ജനങ്ങളെ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണി മണിക്കൂറുകൾ പോലും കഴിഞ്ഞിട്ടില്ല. ഇങ്ങനെ അപമാനിക്കരുത് എന്നാണ് എനിക്ക് വിനീതമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത്. അവരെ എടുത്ത ശക്തമായ ജനാധിപത്യ ബോധം, മതേതര സമൂഹത്തിന് വേണ്ടി കേരളത്തിലെ മതേതര രാഷ്ട്രീയം നാളുകളിൽ നിലനിൽക്കണം, ശക്തമായിട്ട് മുന്നോട്ട് പോകണം. കാരണം പലതരത്തിലുള്ള വർഗീയ പ്രചരണങ്ങളാണ് അവിടെ നടത്തുന്നത്. ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും എല്ലാ തരത്തിലുള്ള വർഗീയ അജണ്ടകളും അവിടെ നടപ്പാക്കാൻ ശ്രമിച്ചപ്പോൾ അതിനെ ശക്തമായി ചെറുത്ത് തോൽപ്പിച്ചവരാണ് പാലക്കാട്ടെ ജനങ്ങൾ. അവരെ ഇങ്ങനെ ആരാണ്ടയുടെ വോട്ട് മേടിച്ച് മഴവിൽ സഖ്യത്തിലൂടെയൊക്കെ UDF ജയിച്ചു എന്ന് അപമാനിക്കരുത്. എനിക്ക് ഇപ്പോഴും എനിക്ക് CPM നേതൃത്വത്തോട് പറയുവാനുള്ളത്, വിനീതമായി അഭ്യർത്ഥിക്കുവാനുള്ളത്, ജനവിധി എന്താണെന്ന് അതിനെ ഒരു വസ്തുതയോടുകൂടി സത്യസന്ധമായി അതിനെ അംഗീകരിക്കാനുള്ള ഒരു മനസ്സ് കാണിക്കണമെന്നാണ് എനിക്ക് വിനീതമായി. കാരണം ഇത്രമാത്രം ഒരു തിരിച്ചടി ഉണ്ടായിട്ടും, കാരണം നമ്മൾ ഇന്ന് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടന്ന 3 സീറ്റുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ വയനാട് ഏകപക്ഷീയമായിട്ടാണ് അവിടെ ഞങ്ങൾ വിജയിച്ചത്. കഴിഞ്ഞ തവണ ശ്രീ രാഹുൽ ഗാന്ധി നേടിയതിനേക്കാൾ ഭൂരിപക്ഷത്തില് അവിടെ വോട്ടിംഗ് ശതമാനം 10% കുറഞ്ഞപ്പോൾ ഇവിടെ എന്തോ ഒരു പ്രചാരണമായിരുന്നു. കോൺഗ്രസിന്റെ വോട്ടുകളൊന്നും അവിടെ ചെയ്തില്ല. അത് രാഹുൽ ഗാന്ധിയോടും പ്രിയങ്ക ഗാന്ധിയോടുമുള്ള എതിർപ്പാണ്. കോൺഗ്രസിന്റെ വോട്ടുകളല്ലേ അവിടെ മരവിപ്പിച്ചു പോയി. അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് തലേ ദിവസം തന്നെ വഖഫ് ബോർഡ് നോട്ടീസ് കൊടുത്ത് അവിടെ വലിയ ഒരു വർഗീയ ചേരിതിരിവിനുള്ള ശ്രമം ഉണ്ടായി. പക്ഷെ അതിനെയെല്ലാം ചെറുത്ത് തോൽപ്പിച്ച് 70% മുകളിൽ വോട്ട്, അവിടെ 6 വോട്ടാ കുറഞ്ഞു പോയത് പരിശോധിക്ക്. വയനാട്ടില് കഴിഞ്ഞ തവണ ഇടതുപക്ഷത്തിന് കിട്ടിയ വോട്ട് ഇത്തവണ കിട്ടിയോ? അപ്പോൾ ഞങ്ങൾ ആധികാരികമായി വയനാട് വിജയിച്ചു. ഇനി പാലക്കാട്ടേക്ക് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ തവണ ശ്രീ ഷാഫി പറമ്പിൽ നേടിയതിനേക്കാൾ 5 ഇരട്ടി ഭൂരിപക്ഷത്തിലാണ് ഞങ്ങൾ വിജയിച്ചത്. അത് തന്നെയാണ് ശ്രീ റോണി കെ ബേബി നേരത്തെ പറഞ്ഞത്, ആ മഴവിൽ സഖ്യത്തെ കുറിച്ച്. അതാ എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം, ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ കോൺഗ്രസിന്റെ ആഹ്ലാദ പ്രകടനത്തിന് മുൻപ് ഈ SDP പ്രകടനം നടത്തുകയായിരുന്നു. നിങ്ങൾ SDP വോട്ട് മേടിച്ചാണ് ജയിച്ചത്, ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് മേടിച്ചാണ് ജയിച്ചതെന്ന് തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ നിങ്ങൾ ഉണ്ടാക്കിയ സഖ്യത്തെക്കുറിച്ച് നിങ്ങളോട് ചോദ്യങ്ങൾ നിങ്ങളുടെ നേതാക്കളോട് ചോദിച്ചിരുന്നു. SDP വോട്ട് വാങ്ങുന്നില്ല എന്ന് പറയാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടോ? ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വാങ്ങുന്നില്ല എന്ന് പറയുന്ന ധൈര്യം നിങ്ങൾക്കുണ്ടോ? നിങ്ങൾ പറഞ്ഞില്ല. ഇപ്പോൾ പ്രകടനത്തിൽ മുന്നിൽ നിൽക്കുന്നത് SDP ആണ്. അതാണ് മനസ്സിലാകാത്തത്. അതാണ് ചോദിക്കുകയും ചെയ്ത്, ഈ മഴവിൽ സഖ്യം എന്ന് പറയുന്നത് ശരിയല്ലേ എന്ന്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അവര് കോൺഗ്രസ് പ്രകടനത്തിന്റെ ഭാഗമായി UDF പ്രകടനത്തിന്റെ ഭാഗമായി കോൺഗ്രസിനെ UDF കൊടികൾ പിടിച്ചോണോ? അവര് ഈ രാജ്യത്തെ പൗരന്മാർ, അവർക്ക് ഇഷ്ടമുള്ള പ്രകടനം നടത്തുന്ന അവർക്ക് സ്വാതന്ത്ര്യമില്ലേ? ഇതിനൊക്കെ ഞങ്ങൾ എന്തിനാണ് സമാധാനം പറയുന്നത്? നിങ്ങൾ എന്തിനാണ് ശ്രമിക്കുന്നത്? നിങ്ങൾ അല്ല ശ്രീ റോണി കെ ബേബി, അത്രയ്ക്ക് വലിയ വിശാല മനസ്കരായിരുന്നെങ്കിൽ നിങ്ങൾ വയനാട്ടിലൊക്കെ ഈ കൊടി എല്ലാവരെയും കൊടി ഉയർത്താൻ അനുവദിക്കുമെന്ന ആൾക്കാരായിരുന്നെങ്കിൽ വയനാട്ടിൽ ലീഗിന്റെ അടക്കം കൊടി ഉയർത്താതിരിക്കാൻ വേണ്ടി നിങ്ങളെ കൊടി താഴ്ത്തിയ പാരമ്പര്യം ഓർമ്മയുണ്ടല്ലോ. അത്രയ്ക്ക് വിശാല കോൺഗ്രസ് പറയും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനിപ്പോ അങ്ങേക്ക് എത്ര വീഡിയോ ക്ലിപ്പ് ഇട്ടു തരാം. പ്രിയങ്ക ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തില് എത്രയിടത്ത് കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും കുട്ടികൾ ഒന്നിച്ച് ഉയർത്തിയ. കാരണം മുസ്ലിം ലീഗ് മതേതര രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ഇവര് ഞങ്ങളുടെ ഭാഗമാ. അവരുടെ കൊടി താഴ്ത്തി കെട്ടുവാൻ ഞങ്ങൾ ഒരിടത്തും പറഞ്ഞിട്ടില്ല. കോൺഗ്രസിന്റെ പതാകയോടൊപ്പം തന്നെ അവരുടെ പതാക ഉയർന്നു മാറും. ഇത് UDFന്റെ വിജയമാണ്. ഇത് UDFിലുള്ള ഓരോ ഘടകക്ഷയുടെ വിജയമാണ്. SDP ഞങ്ങളുടെ ഭാഗമല്ല. SDP രാഷ്ട്രീയത്തെ അതിനുവേണ്ടി വക്കാലത്തെടുക്കേണ്ട ആവശ്യമോ സംസാരിക്കേണ്ട ആവശ്യമോ? അവര് പാലക്കാട് നിയോജകമണ്ഡലത്തിലുള്ള 1,90,000 വോട്ടർമാരിൽ അതിൽ വോട്ടർപട്ടികയിലുള്ള എല്ലാവർക്കും അവർക്ക് ഇഷ്ടമുള്ള സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. ഇത് UDF വോട്ട് ചെയ്യാം, LDF വോട്ട് ചെയ്യാം, BJP വോട്ട് ചെയ്യാം. ഇവിടെ ആരും ജയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പ്രകടനം നടത്തിയത് ഞങ്ങള് എന്തിനാ മറുപടി പറയേണ്ടത്? അത് അവരുടെ നേതൃത്വത്തോട് ചോദിക്കുക. അവർക്ക് ഇഷ്ടമുള്ള സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തു. അവര് ചിലപ്പോൾ അവരുടെ സന്തോഷം, അത് തന്നെയാണ് അവർക്ക് ഇഷ്ടമുള്ള സ്ഥാനാർത്ഥിക്ക് അവർ വോട്ട് ചെയ്തത്. അതാണ് ശരി. അല്ല ശ്രീ റോണി കെ ബേബി, താങ്കൾ ഈ പാലക്കാടും വയനാടും എടുത്തു പറഞ്ഞു. ചേലക്കരയിൽ എന്താ പറ്റിയത്? ഞാൻ ചേലക്കരയിലേക്ക് കൃത്യമായി ഞാൻ ചോട്ടെ. ചേലക്കരയിൽ ഞങ്ങൾ ശക്തമായി പോരാ. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ചേലക്കരയുടെ രാഷ്ട്രീയം കഴിഞ്ഞ 3 പതിറ്റാണ്ടായി ഇടതുപക്ഷം മാത്രം ജയിച്ചു വരുന്ന CPMന്റെ MLA മാത്രം വരുന്ന കുറച്ചു കാട്ടിക്കുന്ന CPMന്റെ ശക്തമായ സംഘടനാ സംവിധാനമുള്ള നിരവധി പാർട്ടി പ്രവർത്തനമുള്ള പാർട്ടിയുടെ ഒരു ചെങ്കോട്ടയാണ് ഈ പറയുന്ന ആലത്തൂർ. ഞാൻ തീർച്ചയായിട്ടും അവിടുത്തെ വിജയത്തില് CPMന്റെ സ്ഥാനാർത്ഥിയെ ഞാൻ ഈ
പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് അഭിനന്ദിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുക. പക്ഷെ ഞങ്ങളോട് ശക്തമായി പോരാടി. അതുകൊണ്ടാണ് 2021 39,000 വോട്ട് ഭൂരിപക്ഷം ഉണ്ടായിരുന്നതിൽ 27,000 വോട്ട് തിരിച്ചു പോൾ ചെയ്യിക്കുവാൻ. കാരണം എന്താ, CPM-ന്റെ സ്ഥാനാർത്ഥിയുടെ വോട്ട് ഇത്രമാത്രം വലിയൊരു കോട്ടയിൽ 39,000 ഭൂരിപക്ഷത്തിൽ നിന്നും 12,000-ൽ പരം വോട്ടിലേക്ക് കുറയ്ക്കുവാൻ സാധിച്ചെങ്കിൽ അത് ശക്തമായി ഞങ്ങൾ അവിടെ ഉയർത്തിക്കൊണ്ടുവന്ന രാഷ്ട്രീയ വിഷയങ്ങൾക്ക് കിട്ടിയ പിന്തുണയാണ്. അപ്പൊ ഞങ്ങൾ അവിടെ പരാജയപ്പെട്ടുണ്ടാവും. കാരണം എന്താ, കഴിഞ്ഞ തവണ നേടിയ 83,000 വോട്ടാണ് അവിടെ CPM-ന്റെ സ്ഥാനാർത്ഥിക്ക് കിട്ടിയത്. നിങ്ങൾക്ക് ഈ പ്രാവശ്യം എത്ര വോട്ട് കിട്ടി? ഞങ്ങൾക്ക് കിട്ടിയതിൽ ഞങ്ങൾ 10,000 വോട്ട് കൂട്ടി 44,054 വോട്ട് ഞങ്ങൾക്ക് സ്ഥാനാർത്ഥിക്കോടെ. അപ്പോൾ ഞങ്ങളോട് പരാജയപ്പെട്ടു. ഓക്കെ, സാങ്കേതികമായി പരാജയപ്പെട്ടിട്ടുണ്ടോ, CPM വിജയിച്ചിട്ടുണ്ടോ, ഞാൻ കൃത്യമായി അതിനെ അഭിനന്ദിക്കുന്നു. പക്ഷേ ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന വിഷയം അവിടെ ചേലക്കരയിലെയും ജനങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്. അതിനുള്ളൊരു അംഗീകാരമാണ്. അപ്പോൾ ഈ 3 സീറ്റിലും ഞങ്ങൾ ഉയർത്തി വന്ന രാഷ്ട്രീയത്തിന് കിട്ടിയ അംഗീകാരമാണ്. ഞങ്ങൾ അതിനകത്ത് പൂർണ്ണ തൃപ്തരാണ്. ഈ കരുത്തുമായി, ഈ ജനങ്ങൾ നൽകിയ പിന്തുണയുമായി ഞങ്ങൾ ശക്തമായി മുന്നോട്ട് പോകും. 2026-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനും അതിനു മുന്നൊരുക്കമായി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ശക്തമായ പോരാട്ടം UDF കാഴ്ചവെക്കും എന്നാണ് എനിക്ക് പ്ലാറ്റ്ഫോമിൽ പറയാനുള്ളത്.